സ്ത്രീയുടെ കൊലപാതകത്തിൽ അബൂബക്കറിനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ച് കുടുംബം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നും അബൂബക്കറിന്റെ മകൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. യഥാർത്ഥ കൊലപാതകികളെ ഇന്നലെ അതേ അന്വേഷണ സംഘം തന്നെ പിടികൂടിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 60-കാരിയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ പള്ളിയിലെ ജീവനക്കാരനായ അബൂബക്കർ സംഭവ ദിവസം ഈ വീട്ടിൽ എത്തിയിരുന്നതായി കണ്ടെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാൾ 60-കാരിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നും അസുഖബാധിതയായ ഇവർ ഇതിനിടെ കൊല്ലപ്പെട്ടു എന്നുമായിരുന്നു പോലീസ് കണ്ടെത്തൽ. അബൂബക്കറിനെതിരെ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. കോടതി അബൂബക്കറിനെ റിമാൻഡും ചെയ്തു. തൊട്ടടുത്ത ദിവസം കൊല്ലപ്പെട്ട സ്ത്രീയുടെ കാണാതായ മൊബൈൽ ഫോൺ കൊല്ലത്ത് മറ്റൊരു സിമ്മിട്ട് പ്രവർത്തിപ്പിക്കുന്നതായി പോലീസ് കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശി സൈനുലാബ്ദീനും ഭാര്യ അനീഷയും പിടിയിലാകുന്നത്. യഥാർത്ഥത്തിൽ കൊലപാതകം നടത്തിയത് ഇവരായിരുന്നു. മോഷണ ശ്രമത്തിനിടെയായിരുന്നു കൊലപാതകം. ആദ്യം അറസ്റ്റിലായ അബൂബക്കർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ അബൂബക്കറിനെ പോലീസ് കേസിൽ പ്രതിയാക്കുകയായിരുന്നു എന്ന് കുടുംബം പറയുന്നു. ഒരു സാക്ഷിയായി രീതിയിലായിരുന്നു ആദ്യം അവർ തെളിവെടുപ്പിനായിട്ട് ആദ്യം ബാപ്പി സമീപിച്ചത്. 2 ദിവസം ബാപ്പി അതേപോലെ പോവുകയും ചെയ്തതാണ്. 3-ാമത്തെ ദിവസം ബാപ്പി പള്ളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി വരികയത് ഈ അറസ്റ്റാകുന്ന അന്നാണ് എന്നെ പോലീസുകാർ ബന്ധപ്പെടുന്നത്. മോശമായ പരാമർശങ്ങൾ നടത്തി പോലീസ് മാധ്യമങ്ങളിൽ വാർത്ത നൽകിയത് കുടുംബത്തെ തീവ്ര ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. താഴെ മനുഷ്യനാണ് അദ്ദേഹമാണിപ്പം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നും പറഞ്ഞാണ് അവർ FIR ഇട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് എങ്ങനെ വാപ്പ അവരെ ഈ ഒരു മനുഷ്യൻ ബലാത്സംഗം ചെയ്യുന്നതാണ്. കുറ്റം ചെയ്യാത്ത അബൂബക്കറിനെ ജയിൽ മോചിതനാക്കണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നും കുടുംബം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. അതേസമയം അബൂബക്കറിനെതിരെ കൊലക്കുറ്റം ഒഴിവായാലും ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നാണ് പോലീസ് വാദം. ഇക്കാര്യം നാളെ കോടതിയെ രേഖാമൂലം അറിയിക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.